ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്നലെ കന്നിമാസത്തിലെ ആയില്യമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കപ്രശ്ശേരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ശ്രീ ചെരിക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ സർപ്പപൂജയുണ്ടായി. ആ സർപ്പപൂജയുടെ വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. സർപ്പക്കളവും പുള്ളുവൻ പാട്ടും നാടിനും വീടിനും നന്മയ്ക്കും വേണ്ടി, നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടി, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, സന്താന ലബ്ധിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ആചാരമാണ് നമ്മുടെ സർപ്പപ്പാട്ട്, സർപ്പപൂജ, ആയില്യം പൂജ. കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന ഒരു ചടങ്ങാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും നല്ല മനസ്സോടുകൂടി ഈ വീഡിയോ കാണുക, ഈ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരൂ. നല്ലൊരു സർപ്പക്കളമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കാണുക. കൂടുതൽ വിശദീകരിക്കാനായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം. കാണുക, കണ്ട് മനസ്സിലാക്കുക. നാഗങ്ങൾക്കുള്ള പാലും നൂറും തിരുമേനി തയ്യാറാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള വഴിപാടാണ് പാലും നൂറും. എല്ലാ ദോഷങ്ങളും അകറ്റി എല്ലാ സമ്പൽ സമൃദ്ധിയും നമുക്ക് കൈവരാൻ വേണ്ടി ചെയ്യുന്ന വഴിപാടാണ്. സർപ്പദോഷങ്ങൾ ഇല്ലാതെ നമുക്ക് നല്ല ഗുണങ്ങളുണ്ടാകാനും ഐശ്വര്യങ്ങൾ വർദ്ധിക്കാനും സന്താന സമ്പത്തുണ്ടാകാനും വേണ്ടി നാഗങ്ങൾക്ക് കൊടുക്കുന്ന ഒന്നാണ് പാലും നൂറും. നമ്മുടെ തിരുമനസ് നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാവരും എണീറ്റ് നിൽക്കേണ്ടതാണ്. സർപ്പദൈവങ്ങൾക്ക് പാലും നൂറും സമർപ്പിച്ചതിന് ശേഷം ദീപാരാധന നടത്തുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കർപ്പൂരം വെച്ച് കത്തിച്ച് ദീപാരാധനയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ദീപാരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപാരാധന തട്ടം ആരാധന കഴിഞ്ഞിട്ട് തിരുമനസ് വലം വെച്ച് പൂജിക്കുന്ന
ചടങ്ങാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക ലോകത്തേക്ക് പോകുന്ന പോലെ തോന്നും കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. അവിടുത്തെ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, മനസ്സിന് നല്ല കുളിർമ, നല്ല സന്തോഷം, അതായിരുന്നു ആ സമയത്തുള്ള ഒരു അവസ്ഥ. ആകെ കളം മായ്ക്കാൻ വ്രതശുദ്ധിയോടുകൂടി പുള്ളുവന്മാർ തന്നെ കൊണ്ടുവരുന്ന ഒരു കുട്ടിയാണിത്. ഈ കുട്ടിയാണ് നമ്മുടെ കളം മായ്ക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇരിക്കുന്നത്. നാഗയക്ഷി ശരീരത്തിൽ പ്രവേശിച്ച് നാഗക്കളം മായ്ക്കുന്നു എന്നാണ് ആചാരം. അതിനു വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കുട്ടി. നല്ല വ്രതശുദ്ധിയോടുകൂടിയാണ് ഇരിക്കുന്നത്. നാഗക്കളം മായ്ക്കുന്നതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം തരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. Thank you.
നാഗരാജ നാഗേശി ഇവിടെയെല്ലാം വസിക്കപ്പെട്ട നാഗരാജ നാഗേശി ഇവിടെയെല്ലാം വസിക്കപ്പെട്ട മണിച്ചിത്രാകുടത്തിൻ ആരാണ് വിജയിച്ച് വന്നിരിക്കുന്നത്? നാഗേക്ഷമേന കേട്ടോ. മണ്ണവൊക്കെ സന്തോഷമായെന്നാ പറയണേ. സെക്രട്ടറിയും പ്രസിഡന്റ് ആ പട്ടെടുത്ത് കൊടുക്കുന്നു. ചെന്താമര പൊയ്യാ